എല്ലാവർക്കും നമസ്കാരം. ടോപ്പ് 1 UK അപ്ഡേറ്റിലേക്ക് സ്വാഗതം. UK-യുമായുള്ള വ്യാപാര കരാർ കേരളത്തിനും ഗുണം ചെയ്യും എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. സുഗന്ധവ്യഞ്ജനങ്ങളുടെ കയറ്റുമതിയിൽ സംസ്ഥാനത്തിന് നേട്ടമുണ്ടാകും. മത്സ്യ കയറ്റുമതിയും കേരളത്തിന് പ്രയോജനപ്പെടും. UK-യിലേക്ക് കൂടുതൽ കയറ്റി അയക്കുന്ന മീനുകൾ ചെമ്മീനും കണവയുമാണ്. പ്രോസസ് ചെയ്ത സമുദ്ര ഉൽപ്പന്നങ്ങൾ കയറ്റുമതിയിൽ സാധ്യതകളും ഏറെയാണ്. ഈ മേഖലയുമായി ബന്ധപ്പെട്ട് തൊഴിലവസരങ്ങളും ഉണ്ടാക്കുക ക്ഷീരോൽപ്പന്നങ്ങളെ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നാണ് അറിയപ്പെടുന്നത്. ഇന്ത്യ ആഗോളതലത്തിൽ 3663 കോടി ഡോളറിൻ്റെ കാർഷികോൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുണ്ടെങ്കിലും അതിൽ 81.1 കോടി ഡോളറിൻ്റെ വ്യാപാരം മാത്രമേ UK-യുമായി ഉള്ളൂ. കരാർ പ്രകാരം 95% ഉൽപ്പന്നങ്ങൾക്കും നികുതി ഇല്ലാതാകുന്നതോടെ കൂടുതൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ UK വിപണിയിലെത്തും. ഇന്ത്യയിലെ ആഭ്യന്തര കർഷകരെ സംരക്ഷിക്കാൻ ക്ഷീരോൽപ്പന്നങ്ങൾ, ആപ്പിൾ, ഓട്സ്, ഭക്ഷ്യ എണ്ണകൾ എന്നിവയെ കരാർ പരിധിയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. കാപ്പി, തേയില, മാങ്ങ, മുന്തിരി, സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിവയ്ക്ക് മികച്ച സാധ്യതയാണ് ഉറപ്പുവരുത്തുന്നത്. അച്ചാറുകൾ, റെഡി ടു ഈറ്റ് ഭക്ഷണ സാധനങ്ങൾ തുടങ്ങിയവയ്ക്കും വിപണന സാധ്യത ഏറെയാണ്. 3 വർഷത്തിൽ കാർഷിക കയറ്റുമതി 20% വർദ്ധിപ്പിച്ചേക്കും എന്നാണ് അറിയുന്നത്. സമുദ്ര ഉൽപ്പന്നങ്ങളുടെ നികുതി ഇല്ലാതാകുന്നത് മത്സ്യ കയറ്റുമതിയും വർദ്ധിപ്പിക്കും. നിലവിൽ 2.25% മാത്രമാണ് UK-യുടെ സമുദ്ര ഉൽപ്പന്ന ഇറക്കുമതി വിപണിയിൽ ഇന്ത്യയുടെ പങ്ക്. അത് മെച്ചപ്പെടുത്താൻ കരാർ ലക്ഷ്യമിടുന്നു. ടെലികോം രംഗത്ത് വിദേശ നിക്ഷേപവും കാണുന്നുണ്ട്. കരാർ പ്രകാരം ഇന്ത്യയിൽ ടെലികോം രംഗത്ത് 100% വിദേശ നിക്ഷേപത്തിന് അനുമതി ലഭിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്.